ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരുപാട് നഷ്ടങ്ങളും ഉയർച്ചകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു പോയിട്ടുള്ളൊരു വർഷമായിരുന്നു അല്ലേ 2025. ഇപ്പോൾ നമ്മൾ 2026 കാലെടുത്ത് വെക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയും ഏവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ നേരെയാണ്. നമുക്കൊരു വിവാഹ ആശംസ വന്നിട്ടുണ്ട് കേട്ടോ. അത് ആരുടെ ആണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ വരുന്ന ജനുവരി 23 പ്രിയപ്പെട്ട അനിയത്തിയുടെ വിവാഹമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും ഉണ്ടാകണം. മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ഇല്ലേ, മറ്റേ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ, ഇവൻ്റെ സഹോദരിയുടെ വിവാഹമാണ്. സഹോദരി നല്ല ഇസ്ലാമിത്വമൊക്കെ ഉണ്ട് കേട്ടോ, തലയിൽ തട്ടമൊക്കെ ഇട്ട് നല്ല ചിരിച്ച മുഖത്തോടുകൂടി അനിയത്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സന്ദേശം ഇവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഇവൻ പറയുന്ന ഈ തെമ്മാടിത്തരങ്ങൾക്കെല്ലാം ഇവൻ്റെ കുടുംബങ്ങളടക്കം ഇവനിക്ക് സപ്പോർട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി. ഇവൻ്റെ കീഴിലൊരു മഹലുണ്ട്, ആ മഹലിൽ വെച്ചായിരിക്കുമല്ലോ ഈ സഹോദരിയുടെ വിവാഹം നടത്താൻ പോകുന്നത്. ഇസ്ലാമിനെതിരെ RSSനും കാസയ്ക്കും വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരമനാറിയുടെ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുക്കാൻ ഈ ചെറ്റയും ആ മസ്ജിദിനകത്ത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവൻ്റെ വാപ്പായോ ഇവൻ്റെ സഹോദരങ്ങളോ ഇവൻ്റെ ബന്ധുമിത്രാദികളോ എല്ലാവരും ഇസ്ലാമിനെതിരാണ് ഇവൻ സംസാരിക്കുന്നുള്ള ബോധം ഇവർക്കാർക്കുമില്ലേ? ഈ സമൂഹത്തിൽ സംഘപരിവാറും കാസായി നടത്തുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഈ വൃത്തികെട്ട നാറിയുടെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ കുടുംബക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം ഇവനും ഈ ഹാരിഫ് ഹുസൈനും ജാമിദയും ലിയാഖത്ത് അലിയും നുസ്രത്ത് ജഹാനും ഇങ്ങനെ മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറേ ആളുകളെ കാസായും അതുപോലെ തന്നെ RSSും വിലക്കെടുത്തിട്ട് ഇസ്ലാമിനെതിരെ നിരന്തരം കള്ളപ്രചരണം, നിരന്തരം തെമ്മാടിത്തരം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഇവരെല്ലാം. അപ്പോൾ ആ മഹലിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോഴത്തേക്ക് ഇസ്ലാമിനെതിരെയാണ് ഈ നാറി സംസാരിക്കുന്നത് എന്നുള്ളത് നല്ല ബോധമുള്ള മതപണ്ഡിതന്മാരും പ്രദേശവാസികളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളൊക്കെ നേരിട്ട് ഈ വൃത്തികെട്ട ചെറ്റയെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ അവനോടൊന്ന് ചോദിക്കണം, നിനക്കാര് സ്പോൺസർ ചെയ്തിട്ടാണ് നീ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഈ അസംബന്ധവും തെമ്മാടിത്തരവും പറയുന്നത്? ഗുജറാത്ത് കലാപമായിക്കോട്ടെ, പലസ്തീൻ വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ രാജ്യത്ത് എവിടെ പീഡനം അനുഭവിച്ചാലും അതിനെല്ലാം എഗൻസ്റ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഇവിടുത്തെ ഇസ്ലാം തീവ്രവാദികളാണ് ഇതിനൊക്കെ പിന്നിലെന്ന് പറഞ്ഞു നടക്കുന്ന ഈ നായിയെ നമ്മൾ എന്താണ് പറയേണ്ടത്? ആ സഹോദരിക്ക് വിവാഹാശംസകൾ നമ്മൾ മനസ്സുകൊണ്ട് നേരുകയാണ്. ഒരു കുടുംബത്തിൽ ഒരെണ്ണമെങ്കിലും കാണുമല്ലോ പറയിപ്പിക്കാൻ, അല്ലെ തലതിരിഞ്ഞു പോയിട്ടുള്ള ഒരു സന്തതി ഉണ്ടാകും, അതിൽപ്പെട്ടതാണ് എന്ന് മാത്രമേ ഞാൻ ഇതിനെ വിശ്വസിക്കുന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ അക്കമിട്ടുകൊണ്ട് നമ്മുടെ ഷെഫീന ബീവി ഇതിനൊക്കെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ മുഴുവൻ ആൾക്കാരും ഒന്ന് കാണുക, കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതിനൊരു മറുപടി കൊടുക്കുക. വീഡിയോയിലേക്ക് പോകാം. ഇസ്ലാം മതത്തിനെ അവഹേളിക്കുന്നു, ഇസ്ലാമിയരെല്ലാം അവഹേളിക്കപ്പെടുന്നു, ഇസ്ലാമിയരെ ഒറ്റപ്പെടുത്തുന്നു, ഇങ്ങനെ കുറേ ജൽപ്പനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കുറേ ദിവസം ഇതിന്റെ പിറകെ നടന്ന് കുറേയധികം ഇൻഫർമേഷൻസ് പാസ് ചെയ്തതിന്റെ ഒരു പരിണിത ഫലം എനിക്ക് കുറച്ച് കേസുകൾ ഉണ്ടായി എന്നതിനപ്പുറം ഒരു പ്രയോജനവും ഇല്ല. ഒരു പരിധി വരെ ആളുകളിലേക്ക് എനിക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ല കേട്ടോ അത് എത്രത്തോളം പ്രാക്ടിക്കലായി എന്നുള്ളത്. ജാമിദയുടെ വിശേഷവുമായി തിരക്കി ഞാൻ പോകുമ്പോൾ ഷോക്കായി നിന്നൊരു കാര്യം, ജാമിദയുടെ ബന്ധുക്കളൊക്കെ തന്നെ ജാമിദയ്ക്ക് സപ്പോർട്ടാണ്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ജാമിദയെ പോലുള്ളവർ അംഗീകരിക്കാൻ സാധിക്കുന്നത്? ആരിഫ് ഹുസൈന്റെ അമ്മ ഇപ്പോഴും കാത്തിരിക്കുകയാണ് മകൻ തിരിച്ചു വരുമെന്ന്. സഹോദരങ്ങൾ ഉൾപ്പെടെ, ബന്ധുക്കൾ ഉൾപ്പെടെ, അവന്റെ ഉമ്മ ഉൾപ്പെടെ അവനെ അംഗീകരിക്കുന്നു. മകൻ കൊണ്ടുവരുന്ന പണം എനിക്ക് വേണമെന്ന് പറയുന്നു. ഈ RSSകാരെ അനുകൂലിക്കുന്ന ഇസ്ലാമിയരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇസ്ലാമിലുള്ള ആൾക്കാരെ തന്നെ വിലക്കെടുത്തുകൊണ്ട് RSS ഇസ്ലാമിലുള്ളവർ തന്നെ ആക്ഷേപിക്കുകയാണ്, അവഹേളനമാണ് നടത്തുന്നത്. ഇതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരുത്തൻ ഈ വൃത്തികേട് കാണിക്കുമ്പോൾ അവനെ പിടിച്ച് പുറത്താക്കാൻ ആ കുടുംബം പോലും വിസമ്മതിക്കുന്നത് എന്ന് ഞാൻ പറയരുത്, പുരോഹിതന്മാർ പറയണം, അല്ലെങ്കിൽ ആ ജമാഅത്തിലുള്ള മറ്റുള്ളവർ പറയണം. ജനുവരി 3 ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഫസൽ കാരാട്ടിന്റെ. ആരാണ് ഫസൽ കാരാട്ട്? ഞാൻ പറയാതെ അറിയാമല്ലോ. എനിക്ക് അവന്റെ വീഡിയോ കാണുന്നത് 5-6 പെനഡോൾ വരുത്തുന്നിട്ട് വേണം കാണാൻ. അമ്മാതിരി തോന്നിവാസം തെണ്ടിത്തരം നയിക്കുന്ന ഒരു എച്ചതല നായിയാണ് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ചേറ്റ. അവൻ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പാലസ്തീനിലുള്ള കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ തന്നെ പ്രശ്നക്കാരാണെന്നാണ് അവന്റെ ഒരു വാദം. ശരിയാ, ഇവൻ പാലസ്തീനി കുട്ടികൾക്ക് വേണ്ടിയൊന്നും പ്രവർത്തിക്കാറില്ല. ഇവൻ ഇസ്രായേലാണ്, ഇവന്റെ തന്ത ഇസ്രായേലുകാരനായിരിക്കാം, എന്തേലും എത്തും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് അവന്റെ ഉമ്മായുടെ പിക്ചറാണ്, ഇത് അവന്റെ സഹോദരങ്ങളുടെ. ഇവന്റെ ഉമ്മായും സഹോദരങ്ങളൊക്കെ കാണുമ്പോൾ തീവ്ര ഇസ്ലാം മതവിശ്വാസത്തിലുള്ളവരാണെന്നാണ് മനസ്സിലാകുന്നത്. ഇനി 3 വിവാഹം നടത്താനിരിക്കുന്ന പെങ്ങളുട്ടിയുടെ പിക്ചറാണിത്. പെങ്ങളുട്ടിയും തലയിലൊക്കെ തട്ടവും ഇട്ടുകൊണ്ട് ഈമാനും ഇസ്ലാമിയത്തോടും കൂടി മസ്ജിദിൽ കൂടെയാണ് വിവാഹം നടക്കുന്നതെന്ന് പറയുന്നത്. ഇൻവിറ്റേഷൻ കാർഡ് കണ്ടു, അതിനകത്ത് മസ്ജിദിന്റെ പേരുമുണ്ട്. താമരശ്ശേരിയാണ്. ഈ വിവാഹം 3 നടന്നതിന് ശേഷം ഞാൻ ഈ മസ്ജിദ് ഏതാണെന്നും ആ മസ്ജിദിൽ നടത്തപ്പെട്ട ഈ വിവാഹത്തിന്റെയും ഇത് നടത്തിക്കൊടുത്ത ആ ജമാഅത്തുകാരുടെയും ഡീറ്റെയിൽസ് പുറത്തുവിടും. എനിക്കറിയണം ഇവർ നമുക്കുള്ളവരാണ്, നമ്മളിലുള്ളവരാണോ. അവനല്ലേ തെറ്റ് ചെയ്തത്? അവന്റെ പെങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്? അവൻ ചെയ്ത തെറ്റിന്റെ പരിണിത ഫലത്തിൽ കിട്ടിയ പണം കൊണ്ടല്ലേ ഈ വിവാഹം നടക്കുന്നത്? അവൻ കൊണ്ടുവരുന്ന പൈസ കൊണ്ട് തന്നെയല്ലേ ഈ തള്ളയും ചെയ്യുന്നത്? എനിക്ക് ഉമ്മയോടാണ് ചോദ്യമുള്ളത്.
നിങ്ങളുടെ മകൻ കാരണം ഒത്തിരി ഇസ്ലാമിയർ അപമാനിക്കപ്പെടുന്നുണ്ട്, അവഹേളിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ആ ഉമ്മയ്ക്ക്, ഫസൽ കാരാട്ടിന്റെ ഉമ്മച്ചിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. അല്ലേ ഉമ്മ, നിങ്ങളുടെ മകളുടെ വിവാഹം നടത്തുന്നുണ്ട്, എവിടെ വെച്ചാണ് നടത്തുന്നത്? മസ്ജിദിൽ വെച്ചല്ലേ? ഇസ്ലാമിക നിയമപ്രകാരമല്ലേ? ഇസ്ലാമിന്റെ എല്ലാ ബെനിഫിറ്റും അനുഭവിച്ചില്ലേ നിങ്ങളിപ്പോ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഈ മതത്തിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്കിൽ പിന്നെ മോളെ സംഖ്യയ്ക്ക് കിട്ടിച്ചു കൊടുത്തൂടെ? എന്തിനാ ഇപ്പോ ഇസ്ലാമിലുള്ള ഒരുത്തനെ തന്നെ കണ്ടുപിടിച്ച് മസ്ജിദിൽ വെച്ച് ഈ വിവാഹം നടത്തുന്നത്? ആ മസ്ജിദും ആ മസ്ജിദിൽ വരുന്ന ബാക്കിയുള്ള മനുഷ്യരും ഇസ്ലാമിക തീവ്രവാദികളല്ലേ, ജിഹാദികളല്ലേ? നിങ്ങളുടെ മോന്റെ വാക്കാണെങ്കിൽ, കടമെടുക്കുകയാണെങ്കിൽ അവന് ഇസ്ലാമിയരെല്ലാം ജിഹാദികളാ, ഷുഡാപ്പികളാ. ഈ ഷുഡാപ്പികളുടെ കൂടെ നിങ്ങൾ എന്തിനാ കഴിയുന്നത്? നിങ്ങൾക്ക് മതം മാറിക്കൂടെ? അല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ഈ ചോദ്യം ഞാനല്ല ചോദിക്കേണ്ടത്. ആ മസ്ജിദിൽ ഇനിയും കുറച്ചധികം പേരില്ലേ, പാർട്ടിസിപ്പൻസ് ഇല്ലേ? നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ലേ? ഈ ചെറുക്കൻ കിടന്ന് 24 മണിക്കൂറും ഇസ്ലാമിനെതിരെ വൃത്തികെട്ട രീതിയിൽ വളരെ മോശമായ കാര്യങ്ങൾ പറയുകയും ബഹളം വയ്ക്കുകയും അലിഞ്ഞ് നരമ്പ് വലിഞ്ഞ് മുറുകുന്ന രീതിയിൽ ഇസ്ലാമിനെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോയും ഇവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അവന്റെ ചാനൽ പോയി കണ്ടാൽ മതി, ഫസൽ കാരാട്ട്. നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാകും. RSSനെ കൊല്ലൂത്ത് നടത്തുന്ന അല്പ പൈസയ്ക്ക് വേണ്ടി അമ്മയെ പോലും കൂട്ടിക്കൊടുക്കാൻ മടിക്കാത്ത ഒരു വൃത്തികെട്ട നരാധമനാണെന്ന് ഞാൻ പറയും അവനെ. അത്രത്തോളം മോശപ്പെട്ട രീതിയിലാണ് അവൻ ഇസ്ലാമിനെ എടുത്തു വെച്ച് കൊടുക്കുന്നത്. ഇസ്ലാം എന്റെ മതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മാത്രമല്ല, ഒത്തിരി മനുഷ്യരുടെ മതമാണ്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ഏറ്റവും വൃത്തികെട്ട അവഹേളനപരമായ കാര്യങ്ങളാണ് ഇവൻ പടച്ചുവിടുന്നത്. ഇവരുടെ മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ട്. RSSകാരെ പുകഴ്ത്തുന്ന ഈ നാറിക്ക് RSSകാരുടെ മാനിഫെസ്റ്റോ എന്താണെന്ന് അറിയാമോ? അത് വായിച്ചിട്ടുണ്ട്. ആദ്യം ഒഴിവാക്കേണ്ടത് ഇസ്ലാമിയരെയാണ്, കമ്മ്യൂണിസ്റ്റുകാർ. ഇന്ത്യ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായാലും എന്താ കുഴപ്പം? നമുക്കെന്താ പ്രശ്നം? അതായിക്കോട്ടെ, ഹിന്ദു രാഷ്ട്രമായിക്കോട്ടെ. നമ്മളെ കൊന്നുകളയണോ എന്ന് പറയുന്നിടത്തല്ലേ ഈ പ്രശ്നം വരുന്നത്? ഗുജറാത്തിൽ നടന്നതിനെ പറ്റി എന്താണ് ഉമ്മയുടെ അഭിപ്രായം? അല്ലെ, ഫസൽ കാരാട്ടിന്റെ ഉമ്മയോടാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്ത്രീകളെ കയറി വെട്ടി കുത്തി കൊന്നുകളഞ്ഞു, സന്തോഷമേ ഉള്ളൂ, കൊന്നുകളഞ്ഞട്ടെ, കുഴപ്പമില്ല, ചത്തുപോട്ടെ. പക്ഷെ അതാണോ ചെയ്തത് അവര്? ഏറ്റവും മൃഗീയമായ കാര്യങ്ങളാണ് അവിടെ നടന്നത് ഗുജറാത്തില്. അതിന് കോസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, അതിൽ പോലും സംശയമാണ്. ആകെ മൊത്തം സംശയത്തിന്റെ ദൃഷ്ടി നിൽക്കുന്ന ഈ RSSകാർക്ക് ഏറ്റവും സപ്പോർട്ടീവായി സംസാരിക്കുന്ന ഈ മകനെയും വെച്ചുകൊണ്ട് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇസ്ലാമിയരുടെ അവരെല്ലാരും വന്ന് അത്രത്തോളം റെസ്പെക്ട്ഫുള്ളി വെച്ചിരിക്കുന്ന ഒരു മസ്ജിദ് നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ കൊണ്ടുവന്നിരിക്കുന്നത്? തള്ളെ മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നതാണ്. ആ മസ്ജിദുകാർക്ക് ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇതവിടെ പറ്റില്ല എന്ന് പറയണം. അത് പറയാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഇത്രയും മോശമായി നിങ്ങളെ അവഹേളിക്കുകയും അവഹേളനപരമായ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത ഈ ചെറ്റയുടെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് നാണയില്ലേ? നിങ്ങളല്ലേ അപ്പൊ ഈ വെറ്റുകളെ വളർത്തുന്നത്? അതെന്താ, കല്യാണ ആവശ്യത്തിനായി നിങ്ങൾക്ക് തരുന്ന വരി വേണമോ? ഇതിപ്പോ ജാമ്യത പറഞ്ഞ കണക്ക് അവിടുത്തെ കാപ്പാട് മഹല്ല് കമ്മിറ്റി എന്റെ വരിപ്പണത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞതുപോലെയാണല്ലോ. ഇത്രയ്ക്ക് അതപ്പതിച്ചോ നിങ്ങൾ? അവൻ നമുക്കൊക്കെ കവർ വെട്ടുകയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? RSSകാരെന്താണ് അവരുടെ അജണ്ട? എന്താണ്? ഇസ്ലാമിയരെ നിശേഷമില്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതിനെ ചൂട്ടുപിടിക്കുകയാണ് ഇവൻ ആരിഫ് ഹുസൈൻ, ജാമിദ ഒക്കെ. പക്ഷെ ഇവർക്കൊന്നും ഇസ്ലാം വിട്ടുപോകാൻ പറ്റുന്നില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് മതമില്ലല്ലോ, മതബോധമില്ലല്ലോ. നിങ്ങൾക്ക് RSS അല്ലേ ഇഷ്ടം? അതെന്താ നിങ്ങളുടെ മക്കളെ മുസ്ലിമിനെ തന്നെ കൊണ്ട് കെട്ടിക്കണം? അത് മസ്ജിദിൽ വെച്ച് തന്നെ നടത്തണം? എന്റെ സംഖ്യകളെ കിട്ടത്തില്ലേ? നിങ്ങൾ സംഖ്യകളെ കൊണ്ട് കെട്ടിക്കുന്നേ, എന്നിട്ട് ഇറങ്ങിപ്പോന്നേ, അതല്ലേ അതിന്റെ മര്യാദ. സൂപ്പർ മറുപടിയാട്ടോ ഇത്. അവിടുത്തെ മഹല്ലുകാരോടും ആ പ്രദേശത്തെ നിവാസികളോടുമുള്ളൊരു ചോദ്യമാണിത്. അതായത് നാഴികയ്ക്ക് 40 വട്ടം സംഘപരിവാറിൽ നിന്നും കാസായിൽ നിന്നും അവൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചിട്ട് ഇതുപോലെ വന്നിരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് തെമ്മാടിത്തരം പറയുന്ന വേറെ ഒരുത്തനെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഈ ഹുസൈനും ജാമിദായെക്കാട്ടിലൊക്കെ കുറച്ചും കൂടെ മുന്തിയ ഐറ്റമാണ് ഈ പരനാറി. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സഹോദരിയോടോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാരോടോ നമുക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പോ ഇതോ ഇല്ല. പക്ഷേ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയുന്ന ഈ വൃത്തികെട്ട നാറിയുടെ സഹോദരിയുടെ വിവാഹം ആ പള്ളിയിൽ വെച്ച് നടത്തുമ്പോൾ അവിടുത്തെ ആളുകൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇവൻ പറയുന്നതും ഇവൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഇവൻ ഈ അന്യ സമുദായക്കാരുടെ മുന്നിൽ ഇങ്ങനെ വിളിച്ചു കൂവുന്നത് അത് ശരിയായ നിലപാടാണോ ഇല്ലയോ എന്ന് ഈ വരുന്ന ജനുവരി 3-ാം തീയതി ഈ നാറി ആ പരിസരത്ത് എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കണം. നിങ്ങൾ ചോദിച്ചിട്ടൊരു വീഡിയോ എടുത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്നെങ്കിൽ പ്രചരിപ്പിക്കുകയെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ റിക്വസ്റ്റാണ്. ഷെഫീന കൊടുത്തിട്ടുള്ള ഈ ഒരു മറുപടി ഉണ്ടല്ലോ, അത് 100% എനിക്ക് തൃപ്തികരമാണ്. ഇനി വീഡിയോ കാണുന്ന നിങ്ങളുടെ കമൻറ്റ് എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ.